ഹലോ എവ്രി വൺ, വെൽക്കം ടു ടെക് പി എസ് സി. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. നമുക്കറിയാം, കേരള വാട്ടർ അതോറിറ്റി ഓപ്പറേറ്റർ പരീക്ഷ ഈ വരുന്ന ഓഗസ്റ്റ് 14 നടക്കാനിരിക്കുകയാണ്. അപ്പോൾ ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് പരീക്ഷയ്ക്ക് അവശേഷിക്കുന്നത്. സോ ഇനി വരുന്ന ദിവസങ്ങൾ വളരെ എഫക്റ്റീവായിട്ട് എങ്ങനെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നമുക്ക് ഉയർന്നൊരു റാങ്കിലേക്ക് എത്താൻ സാധിക്കും, അതിന് നിങ്ങളെ സഹായിക്കുന്ന ഒരു 30 ഡേ എഫക്റ്റീവായിട്ടുള്ള സ്റ്റഡി പ്ലാൻ, ഫോക്കസ് ഏരിയ ബേസ് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട സ്റ്റഡി പ്ലാൻ ആണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഇന്ന് പ്രധാനമായും ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുൻപ് നമുക്ക് നമ്മുടെ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഒന്ന് പരിശോധിച്ചാലോ. കാറ്റഗറി നമ്പർ ചെക്ക് ചെയ്യുമ്പോൾ 735/2025 ആണ്. കേരള വാട്ടർ അതോറിറ്റി ഡിപ്പാർട്ട്മെന്റിലേക്ക് ഓപ്പറേറ്റർ പോസ്റ്റിലേക്കാണ് നിയമനം നടക്കുന്നത്. 27,200 രൂപ മുതൽ 73,600 രൂപ വരെ സാലറി സ്കെയിൽ പ്രതീക്ഷിക്കാവുന്ന ഈ ഒരു പോസ്റ്റിലേക്ക് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് നടക്കുന്നത്. 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെ ഏജ് ലിമിറ്റിലുള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുവാനും സാധിക്കും. നമ്പർ ഓഫ് വേക്കൻസീസ് ആൻറ്റിസിപ്പേറ്റഡ് ആണ്. ഇതുവരെ അപ്ലൈ ചെയ്ത കാൻഡിഡേറ്റ്സിന്റെ എണ്ണം 19,335 കാൻഡിഡേറ്റ്സ് ആണ്. അതിൽ തന്നെ കൺഫർമേഷൻ നൽകിയ കാൻഡിഡേറ്റ്സിന്റെ എണ്ണം വെറും 15,439 കാൻഡിഡേറ്റ്സ് ആണ്. ഇനി ഈ കൺഫർമേഷൻ കൊടുത്ത കാൻഡിഡേറ്റ്സ് എല്ലാം OMR എക്സാമിന് അപ്പിയർ ചെയ്യണമെന്നില്ല. ആ കാൻഡിഡേറ്റ്സ് സിലബസ് പൂർണ്ണമാക്കണമെന്നില്ല. അപ്പോൾ ഇവരൊന്നുമല്ല നമ്മുടെ റിയൽ കോമ്പറ്റീറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇതിൽ തന്നെ വളരെ ചെറിയൊരു ശതമാനം ഉദ്യോഗാർത്ഥികളോട് മത്സരിച്ചാണ് നമ്മൾ റാങ്ക് ലിസ്റ്റിലേക്ക് ഇടം നേടാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിന് ഇനി വരുന്ന ദിവസങ്ങൾ വളരെ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്താൽ നമുക്ക് സുഖമായിട്ട് അതിന് സാധിക്കുകയും ചെയ്യും. അത് നമുക്ക് എങ്ങനെയെന്ന് നോക്കാം. ഡേറ്റ് ഓഫ് എക്സാം നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്തതുപോലെ 14/8/2026 ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്ന് ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 2 സബ്ജക്റ്റുകളിൽ നിന്നാണ് പൊതുവായിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഒന്ന് ഇലക്ട്രിക്കലാണ്, മറ്റൊന്ന് മെക്കാനിക്കലാണ്. ഓക്കെ, അപ്പോൾ ആകെ 100 മാർക്കിൻ്റെ OMR എക്സാം ആണെന്ന് പറഞ്ഞല്ലോ. അതിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ടോപ്പിക് ഇലക്ട്രിക്കൽ സബ്ജക്റ്റിലെ ഫണ്ടമെന്റൽസ് ഓഫ് ഇലക്ട്രിസിറ്റി ആണ്. 15 മാർക്കിൻ്റെ വെയിറ്റേജ് ആണ് ഈ ഒരു ടോപ്പിക്കിന് നൽകിയിട്ടുള്ളത്. അതിനുശേഷം മൊഡ്യൂൾ 2 മുതൽ മൊഡ്യൂൾ 10 വരെ ഇലക്ട്രിക്കലിൽ നിന്നാണ് ഈ മൊഡ്യൂൾസ് എല്ലാം വരുന്നത്. അപ്പോൾ അതിൽ ഈ മൊഡ്യൂൾസിനെല്ലാം 5 മാർക്കിൻ്റെ വെയിറ്റേജ് ഇതാണ് ഉള്ളത്. ആ മൊഡ്യൂൾസ് ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആൻഡ് ഇലക്ട്രോ മാഗ്നറ്റിസം, ഫണ്ടമെന്റൽസ് ഓഫ് AC സിസ്റ്റം, മെഷർമെന്റ്സ് ആൻഡ് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ്, സേഫ്റ്റി, ഫസ്റ്റ് എയ്ഡ്, ബാറ്ററീസ് ആൻഡ് സോളാർ സെൽ, വയറിംഗ് ആക്സസറീസ്, DC മെഷീൻസ്, AC മെഷീൻസ്, ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്, പവർ ഇലക്ട്രോണിക്സ്. ഇത്രയുമാണ് ആ ടോപ്പിക്. അപ്പോൾ ഇത്രയും ടോപ്പിക്കിന് 5 മാർക്കിൻ്റെ വെയിറ്റേജ് ആണ് നൽകിയിട്ടുള്ളത്. അതിനുശേഷം വരുന്ന 4 മൊഡ്യൂൾസ് മെക്കാനിക്കൽ സബ്ജക്റ്റിൽ നിന്നുള്ളതാണ്. അതിൽ തന്നെ ഈ 4 മൊഡ്യൂൾസിനും 10 മാർക്കിൻ്റെ വെയിറ്റേജ് വീതമാണ് നൽകിയിട്ടുള്ളത്. മൊഡ്യൂൾസ് ഏതൊക്കെയാണെന്ന് ചെക്ക് ചെയ്യുകയാണെങ്കിൽ പമ്പ് ആൻഡ് ഫാസ്റ്റനിങ്, IC എൻജിൻസ്, പവർ ട്രാൻസ്മിഷൻ, ഫ്ലൂയിഡ് വാൽവ്സ്. ഇത്രയാണ് ടോപ്പിക്സ്. അപ്പോൾ ഓരോന്നിനും 10 മാർക്കിൻ്റെ വെയിറ്റേജ്. അങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആകെ 100 മാർക്കിൻ്റെ OMR എക്സാം ആണ് ഈ ഒരു പോസ്റ്റിലേക്ക്, ഈ ഒരു പരീക്ഷയിലേക്ക് നടക്കാനിരിക്കുന്നത് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി നമ്മൾ ഇതിൻ്റെ സ്റ്റഡി പ്ലാനാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ മൊഡ്യൂൾ ആയിട്ടുള്ള ഫണ്ടമെന്റൽസ് ഓഫ് ഇലക്ട്രിസിറ്റി നമുക്കറിയാം 15 മാർക്കിൻ്റെ അത്യാവശ്യം കണ്ടന്റ് ഉള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ അതിലെ നിമി ബേസ്ഡ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സിൻ്റെ നോട്ട്സും പ്രധാനപ്പെട്ട മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും നമ്മൾ ആദ്യത്തെ 3 ദിവസം കൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, 3 ദിവസം കൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്യുകയാണ്. അതിനുശേഷം ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആൻഡ് ഇലക്ട്രോ മാഗ്നറ്റിസം, ഇതിലെ നിമി ബേസ്ഡ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ടോപ്പിക് നോട്ട്സും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും 5 മാർക്കിൻ്റെ വെയിറ്റേജ് ആണല്ലോ ഈ മൊഡ്യൂളിനുള്ളത്. അപ്പോൾ 1.5 ദിവസം കൊണ്ട് നമ്മളിത് പഠിച്ചു തീർക്കുക. ഫണ്ടമെന്റൽസ് ഓഫ് AC സിസ്റ്റം, ഇതുപോലെ തന്നെ നിമി ബേസ്ഡ് ആയിട്ടുള്ള റെഫറൻസ് ആണ് നമ്മൾ എടുക്കുന്നത്. 5 മാർക്കിൻ്റെ വെയിറ്റേജ് ഉള്ള മൊഡ്യൂൾ 1 ദിവസം കൊണ്ടാണ് നമ്മൾ പഠിച്ചു തീർക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അതിനുശേഷം മെഷർമെൻറ്റ് ആൻഡ് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്, അതിൻ്റെ നിമി ബേസ്ഡ് ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സും MCQസും നമ്മൾ 1.5 ദിവസം കൊണ്ട് ചെയ്യാനായിട്ട് പോവുകയാണ്, കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഓക്കെ, അതിനുശേഷം വരുന്നത് സേഫ്റ്റി, ഫസ്റ്റ് എയ്ഡ്, ബാറ്ററീസ് ആൻഡ് സോളാർ സെൽ, നിമി ബേസ്ഡ് ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് 1.5 ദിവസം കൊണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നു. ഇനി വയറിംഗ് ആക്സസറീസ്,
അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും 1.5 ദിവസം കൊണ്ടാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. DC മെഷീൻസും AC മെഷീൻസും ഇതുപോലെ തന്നെ 3 ദിവസങ്ങളിലായിട്ട്, അതായത് 1.5 വെച്ചിട്ട് 3 ദിവസങ്ങളിലായിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ ഈ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ആണ്. ഓക്കെ, അപ്പോൾ എത്രത്തോളമാണോ അതിൽ സിലബസ് കവർ ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, അത്രത്തോളം തന്നെ നമ്മൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതും അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ഓർത്തിരിക്കുക. ഇനി അടുത്തത് ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൻ്റെ നിമി ബേസ്ഡ് ആയ ടോപ്പിക്സും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും 1.5 ദിവസം കൊണ്ട്, പവർ ഇലക്ട്രോണിക്സിൻ്റെ ഇതേ ടോപ്പിക്സ് 1.5 ദിവസം കൊണ്ട്. അങ്ങനെ ആകെ 16 ദിവസം കൊണ്ടാണ് നമ്മൾ ഇലക്ട്രോണിക്സിലെ 60 മാർക്കിൻ്റെ ടോപ്പിക്സ് കവർ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, മൊത്തം 16 ദിവസങ്ങൾ കൊണ്ട് ഇലക്ട്രോണിക്സിലെ 60 മാർക്കിൻ്റെ ടോപ്പിക്സും കവർ ചെയ്യാനായിട്ട് പോവുകയാണ്. ഓക്കെ, അതിനുശേഷം നമുക്ക് ഇനി ബാക്കിയുള്ളത് ഏതാണ്? മെക്കാനിക്കൽ സബ്ജക്റ്റിലെ 4 ടോപ്പിക്സ് ആണ്. അത് ഏതൊക്കെയാണ്? പമ്പ്സ്, ഫാസ്റ്റനിങ്, അതുപോലെ IC എൻജിൻസ്, പവർ ട്രാൻസ്മിഷൻ, ഫ്ലൂയിഡ് വാൽവ്സ്. ഈ 4 മൊഡ്യൂൾസ് ആണ് ഉള്ളത്. ഓക്കെ, 4 മൊഡ്യൂൾസിൽ നിന്നും 10 മാർക്കിൻ്റെ വെയിറ്റേജ് ആണ് ഓരോന്നിനും ഉള്ളത്. അങ്ങനെ 40 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ നിന്ന് വരുന്നത്. ഓക്കെ, 60-40 അങ്ങനെയാണ് ആ ഒരു ക്വസ്റ്റ്യൻ്റെ ഒരു ഡിവിഷൻ വരുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ അതിൽ തന്നെ ഇവിടെ വീണ്ടും നിവി ബേസ്ഡ് ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും മറ്റും നമ്മൾ 1.5 ദിവസം, ഈ ഓരോ മൊഡ്യൂൾസിനും 1.5 ദിവസം എന്ന കണക്കിൽ ആകെ 4 മൊഡ്യൂൾസ് ആണല്ലോ. അപ്പോൾ ഓരോ മൊഡ്യൂൾസിനും 1.5 ദിവസം വെച്ച് നമ്മൾ എടുക്കുകയാണെങ്കിൽ മൊത്തം 6 ദിവസം കൊണ്ട് ഈ മൊഡ്യൂൾസ്, അതായത് മെക്കാനിക്കൽ സബ്ജക്റ്റിൽ നിന്ന് വരുന്ന എല്ലാ മൊഡ്യൂൾസും പഠിച്ചു തീർക്കാനായിട്ട് പോവുകയാണ്. ഓക്കെ, അങ്ങനെ ആകെ 22 ദിവസം കൊണ്ട് അതിൽ 16 ദിവസം നമ്മൾ ഇലക്ട്രോണിക്സിൻ്റെ ടോപ്പിക്സും പഠിക്കുകയാണ്. ബാക്കി വരുന്ന 6 ദിവസങ്ങൾ നമ്മൾ മെക്കാനിക്കലിൻ്റെ ടോപ്പിക്സും പഠിക്കുകയാണ്. അങ്ങനെ ടോപ്പിക്സിൻ്റെ കവറേജും അതുമായിട്ട് ബന്ധപ്പെട്ട നിമി ബേസ്ഡ് ആയിട്ടുള്ള എല്ലാ MCQസും നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞിരുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞിരിക്കും. ഇനി നമുക്ക് നമ്മുടെ മുന്നിൽ അവശേഷിക്കുന്നത് 8 ദിവസങ്ങളല്ലേ. ആ 8 ദിവസങ്ങൾ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇനി നമ്മൾ തന്നിട്ടുള്ളത്. ഓക്കെ, ആദ്യത്തെ 3 ദിവസം നമ്മൾ റിവിഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. അതിനുശേഷമുള്ള 4 ദിവസങ്ങൾ നമ്മൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള മോഡൽ ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക. അപ്പോൾ ഒരു ദിവസം ഒരെണ്ണം എന്ന കണക്കിലല്ല, എത്രത്തോളം മോക്ക് ടെസ്റ്റുകൾ നമുക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കുമോ അത്രത്തോളം മോക്ക് ടെസ്റ്റുകൾ നമ്മൾ അറ്റൻഡ് ചെയ്യുക. അതിൽ നിന്ന് നമ്മുടെ തെറ്റ് മനസ്സിലാക്കി ഒരു ഫൈനൽ ലാബ് റിവിഷന് വേണ്ടിയിട്ട് അവസാനത്തെ ഒരു ദിവസം നമ്മൾ മാറ്റിവെക്കുക. അങ്ങനെ അവസാനത്തെ 8 ദിവസം പൂർണ്ണമായിട്ടും റിവിഷനും മൈൻഡ് മാപ്പിങ്ങിനും നമുക്ക് എറേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ അത് നികത്താനും പ്രിപ്പറേഷൻ ഗ്യാപ്സ് ഫില്ല് ചെയ്യാനും പൂർണ്ണമായിട്ടുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിൻ്റെ പ്രാക്ടീസിനും മറ്റുമായിട്ട് നമ്മൾ അതിനെ യൂട്ടിലൈസ് ചെയ്യേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെ 30 ദിവസം കൊണ്ട് നമ്മൾ പൂർണ്ണമായിട്ടും അതിൻ്റെ സിലബസ്, ആ ഒരു പ്രിപ്പറേഷൻ ട്രയാങ്കിൾ തന്നെ നമ്മൾ പൂർണ്ണമായിട്ടുള്ള സിലബസും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും പ്രോപ്പർ റിവിഷനും കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു സ്റ്റഡി പ്ലാൻ നമുക്ക് ചെയ്തിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. ഇനി ഈ ഒരു എക്സാമിന് കേരള വാട്ടർ അതോറിറ്റി ഓപ്പറേറ്റർ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഈ 30 ദിവസം കൊണ്ട് വളരെ അനായാസം നമുക്ക് റാങ്കിലേക്ക് എത്തിച്ചേരാനായിട്ട് ടെക് PSCയുടെ ഒരു റാങ്ക് ബൂസ്റ്റർ ക്രാഷ് കോഴ്സ് ബാച്ച് ആരംഭിച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കോഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫോക്കസ് ഏരിയ ബേസ് ചെയ്തിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള PDF നോട്ട്സും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻസും നമുക്ക് ഈ ഒരു കോഴ്സിലൂടെ ലഭിക്കും. അതോടൊപ്പം ടോപ്പിക് വൈസ് ആയിട്ടുള്ള എക്സാമുകൾ അറ്റൻഡ് ചെയ്യാനുള്ള അവസരങ്ങളും ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ഫീഡ്ബാക്കോട് കൂടിയ മോഡൽ എക്സാമുകൾ അറ്റൻഡ് ചെയ്യാനുള്ള അവസരങ്ങളും ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു കോഴ്സിനെ പറ്റിയുള്ള എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയുന്നതിനായിട്ടും അഡ്മിഷൻ നേടുന്നതിനുമായിട്ടും അതോടൊപ്പം കോഴ്സിനെ പറ്റിയുള്ള എന്തെങ്കിലും സംശയങ്ങൾ അത് ദൂരീകരിക്കുന്നതിനായിട്ടും സ്ക്രീനിൻ്റെ താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം ടെക് PSCയുടെ ആപ്പ് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. അത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. സോ ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടെക് PSCയുടെ വിജയാശംസകളും അറിയിക്കുകയാണ്. താങ്ക് യു.